അതൊന്ന് ഞാൻ മറ്റവർ ചെയ്തോ മറിച്ചവർ ചെയ്തോ എന്നതല്ല, മറിച്ച് എന്റെ ആഖിറത്തിലേക്ക് എന്റെ ഖബറിലേക്ക് മറ്റാരും വരികയില്ല. ഞാൻ ചെയ്യുന്നത് ഉണ്ടാവൂ. എനിക്ക് ഖുർആൻ ഓതാൻ കഴിയണം, എനിക്ക് പള്ളിയിൽ ഈ റമദാൻ 30 ദിവസവും തസ്ബീഹ് നിസ്കരിക്കണം. ഇൻഷാ അല്ലാഹ് മഗ്രിബ് കഴിഞ്ഞ് ഉടനെ പ്രാഥമിക മുറകൾ കഴിഞ്ഞ് പള്ളിയിൽ വന്ന് ഞാൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റാണ്. അത് 300 തവണ പറയാൻ കഴിയുക, അത് പള്ളിയിൽ ഇത്തികാഫ് എന്ന് പറയാൻ കഴിയുക, അത് നിസ്കാരത്തിൽ പറയുക, അത് റമദാനിൽ പറയുക. അതിനേക്കാൾ വലിയ ഭാഗ്യബന്ധുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ കൂടിയ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തുകയില്ല. നോമ്പു സൽക്കാരത്തിന് പലവരും വിളിച്ചേക്കാം, പലരും നിർബന്ധിച്ചേക്കാം. പറയുക, റമദാനിൽ ഞാൻ സൽക്കാരത്തിനല്ല, ഞാൻ അതിനുള്ളതല്ല. ഹജ്ജിന് പോകുമ്പോൾ സൽക്കാരത്തിന് പോയി തവാഫുകൾ ഒഴിവാക്കുന്നവരുണ്ട്, ഉംറ ചെയ്യാത്തവരുണ്ട്. എന്തൊരു ഭാഗ്യക്കേട്, എന്തൊരു ദൗർഭാഗ്യകരം. നഊദുബില്ലാഹ് രക്ഷിക്കണേ അല്ലാഹ്. റമദാൻ സൽക്കാരങ്ങൾക്ക് വേണ്ടി നീക്കേണ്ട മാസമല്ല, പർച്ചേസിന് നീക്കി വെക്കേണ്ട മാസമല്ല, അല്ലെങ്കിൽ നേരം ടൈം പാസിംഗിന്റെ മാസമല്ല, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തികാഫുകളും ഖുർആനോത്തുകളും ദിക്റുകളും സ്വലാത്തുകളും കരഞ്ഞൊലിഞ്ഞ് കണ്ണുനീര് റബ്ബിലേക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഒരുക്കിക്കട്ടെ. റബ്ബിനോട് സങ്കടത്തോട് പറയട്ടെ. വേവനാദികൾ നിങ്ങൾ തന്നെ റബ്ബിനോട് പറയുക. തീർച്ചയായും റബ്ബ് നൽകുക തന്നെ ചെയ്യും. കാഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. പാദാ സമയത്ത് സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ റബ്ബിനോട് പറഞ്ഞില്ലേ, റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. റബ്ബേ, എനിക്ക് 80 കഴിഞ്ഞു, 90 കഴിഞ്ഞു, 100 കഴിഞ്ഞു, എന്റെ എല്ലുകളെല്ലാം ക്ഷയിച്ചു പോയി, ദാമ്പത്യ ശേഷി നഷ്ടപ്പെടുന്ന പ്രായമെത്തി, മുടികൾ മുഴുവനും നരച്ചുപോയി. റബ്ബേ, എനിക്ക് കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ വലമ്മകും ബിദുആഇക റബ്ബി ശഖിയ. ഒരു വിശ്വാസം എനിക്കുണ്ട്, ഇതെല്ലാം വൈദ്യശാസ്ത്രത്തിന്റെ കണക്ക് കൂട്ടലാണ്. പക്ഷെ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, എല്ലുകൾ ക്ഷയിച്ചവരോട്, ദാമ്പത്തിക ശേഷി തളർന്നവനിക്ക് അത് നൽകാൻ നിനക്ക് കഴിയും. നിങ്ങൾക്ക് മക്കളെ നൽകാൻ നിനക്ക് കഴിയും. റബ്ബിന്നി ഹിഖ്തുൽ മവാലിയ. ഞാൻ എന്റെ ശേഷം എന്റെ അനന്തരാവകാശികളെ ആത്മമൂത്താപ്പാരുടെ മക്കളാണ്. അവർ എന്റെ പാതാവിലല്ല, അവർ എന്റെ ഭാഷം വലിച്ചെറിയും. റബ്ബേ, അതുകൊണ്ട് അതിന് നീ എന്നെ വെക്കല്ല അല്ലാഹ് എന്നെല്ലാ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് ഫഹബ്ലി മിൻ ലദുൻക വലിയൻ യരിതുനി വയരിതു മിൻ ആലി യഅഖൂബ്. മകനെ കൊണ്ടായെന്നല്ല, കുട്ടിയെ കൊണ്ടായെന്നല്ല, എന്റെ പൂർവീകരുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു നബിയാകുന്ന ഒരു അനന്തരാവകാശിയാകുന്ന മക്കളെ കൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഫബശർനാഹു ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. ആ വാർദ്ധക്യത്തിൽ അല്ലാഹു തആല യഹ്യ എന്ന കുട്ടിയെ നബിയെ അല്ലാഹു തആല കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെ ദുആ ഖുർആൻ പഠിപ്പിച്ചത് എന്തുകൊണ്ട്? നമുക്കും ഇതേ ശൈലിയിൽ റബ്ബിനോട് പറയണം. പച്ച മലയാളത്തിൽ പറയുക, റബ്ബേ, ഞാൻ 38കാരനാണ്. റബ്ബേ, ഞാൻ പലതും പഠിച്ചിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് തൊഴിൽ ലഭിച്ചിട്ടില്ല. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് എനിക്ക് നല്ലൊരു തൊഴിൽ വേണം. റബ്ബേ, എനിക്ക് നല്ലൊരു സ്ഥാനത്തിന് എത്തിക്കണം എന്ന് റബ്ബിനോട് പറയാൻ കഴിയുക. റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്യാം, റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് പിരിയുമ്പോൾ ഇതൊരു കേവലം കൂടി പിരിയലാവരുത്. റമദാനിനുള്ള മുന്നൊരുക്കമാണ്, റമദാനിനുള്ള പ്രോജക്ട് തയ്യാറാക്കലാണ്, റമദാനിലെ ടൈം ടേബിൾ തയ്യാറാക്കലാണ്. ആ ടൈം ടേബിൾ ഒരിക്കലും ഞാൻ മാറ്റുകയില്ല എന്നൊരു നിശ്ചയം നിങ്ങൾക്കുണ്ടാവുക. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിർബന്ധമായും, നിങ്ങളുടെ ഭർത്താക്കളെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു സമയമുണ്ടല്ലോ, അവിടെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ? പ്രിയപ്പെട്ടവരെനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. നിങ്ങളൊന്ന് പള്ളിയിൽ പോയി ഇത്തികാഫിരിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊന്നും എനിക്ക് കാണാൻ കഴിയില്ലേ, അങ്ങനെയൊന്ന് കേൾക്കാൻ എനിക്ക് കഴിയില്ലേ എന്ന് നിങ്ങളൊരു തുള്ളി കണ്ണീര് ചുറ്റിയ ഏത് പള്ളിയിൽ കയറാത്ത ഭർത്താവും കയറുക തന്നെ ചെയ്യും. ആരെയും വശീകരിക്കാൻ റബ്ബ് നിങ്ങൾക്ക് പവർ തന്നിട്ടുണ്ട്. ആ പവർ നിങ്ങളുടെ ഭർത്താക്കള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള് ഒന്ന് പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ,
ഒന്ന് നമുക്ക് തസ്ബീഹ് നിസ്കരിപ്പിക്കാൻ, നമുക്ക് വിർദുൽ ലത്തീഫ് ചൊല്ലിക്കാൻ, നമുക്ക് ഹദ്ദാദ് ചൊല്ലിക്കാൻ, നമുക്ക് തറാവീഹിൽ 1 റക്അത്ത് നിസ്കരിക്കാൻ. നിങ്ങളതൊന്നും മക്കളോട് ചോദിക്കുക, മകനെ ഇന്ന് വിർദുൽ ലത്തീഫിൽ എത്തിയോ, ഇന്ന് വിർദുൽ ലത്തീഫിൽ എത്തിയോ ഉമ്മമാർ? ഞാൻ ആലോചിച്ചു പോവുകയാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒരു 10-11 വയസ്സുള്ള സമയത്ത് റമളാനിന് രാവിലെ 9 മണിയാകുമ്പോഴേക്ക് ഉപ്പയുടെ ഉമ്മ വന്നുകൊണ്ട് പറയും, അമ്മയിലും പിന്നെയും അടിച്ചും വലിച്ചും തൂന്തിയും, മോനെ 9:30 ആകുമ്പോഴേക്ക് പള്ളിയിലെത്തില്ലെങ്കിൽ ഉപ്പ വന്നാൽ ആദ്യം ചോദിക്കുന്ന വാക്കതായിരിക്കും, മോനെ തല്ലും കേട്ടോ, തല്ലെനിക്ക് കാണാൻ കഴിയില്ല മോനെ എന്ന് പറഞ്ഞ ഉമ്മ റബ്ബേ അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭർത്താക്കളെയും നിർബന്ധമായും നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ്, മോനെ നീ വിർദുൽ ലത്തീഫിലെത്തിയോ, മകനെ നീ ഹദ്ദാദിലെത്തിയോ, മകനെ ഇന്നത്തെ തസ്ബീഹ് നിസ്കാരത്തിന് കൂടിയോ, മകനെ ഇന്ന് എന്താണ് നീ പള്ളിയിൽ നിന്ന് കേട്ട ഉപദേശം, അതൊന്നും എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് മക്കളോട് ശ്രദ്ധിക്കാൻ ഉപദേശം നൽകി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് മഖ്ദൂമിയ്യ.